നിങ്ങളുടെ റെസിൻ ജ്വല്ലറി ഷൈൻ അല്ലാണ്ട് വരുന്നത് നിങ്ങളുടെ റെസിൻ്റെ കുഴപ്പമല്ല കേട്ടോ. അതിൻ്റെ മെയിൻ പ്രോബ്ലം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മോൾഡിൻ്റെ കുഴപ്പമാണ്. എല്ലാ ബിഗിനേഴ്സിനും വന്ന മിസ്റ്റേക്കാണ് ഇത്. ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് മീനു. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ റെസിൻ ജ്വല്ലറി മേക്കിംഗ് ബിഗിനേഴ്സ് ടു അഡ്വാൻസ് ലെവലാണ് ഞാനിത് പറയണത്. അപ്പോൾ അതും വേറെ കുറച്ച് വീഡിയോസൊക്കെയാണ് ഞാൻ ആഡ് ചെയ്യണത് കേട്ടോ. നിങ്ങൾ ഒരു റെസിൻ ജ്വല്ലറി മേക്കിങ്ങിനോട് താല്പര്യമുള്ളവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ എങ്ങനെയാണ് ഒരു സിലിക്കൺ മോൾഡ് കറക്റ്റായിട്ട് തിരഞ്ഞെടുക്കണേന്ന് നമുക്ക് നോക്കാം. ഒരു ബിഗിനേഴ്സ് ആണെങ്കിൽ അവർക്ക് പലർക്കും പറ്റണ മിസ്റ്റേക്കാണ്. നമ്മൾ എത്ര നന്നായിട്ട് ജ്വല്ലറി ക്രിയേറ്റ് ചെയ്താലും അത് പെർഫെക്റ്റ് അല്ലാണ്ട് കിട്ടും. അതായത് ഷൈനിങ് കുറച്ച് കുറഞ്ഞൊക്കെ കിട്ടും. അതിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യണ മോൾഡാണ് പ്രോബ്ലം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് കറക്റ്റ് മോൾഡ് എടുക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഇപ്പോൾ ഈ വീഡിയോ ഫിനിഷ് ആവാൻ നേരത്ത് നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റായിട്ട് ഏത് മോൾഡ് യൂസ് ചെയ്താലാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഷൈനിങ് ആയിട്ടുള്ള റെസിൻ ജ്വല്ലറി നമ്മൾക്ക് കിട്ടണമെന്ന്. റെസിൻ വേസ്റ്റാക്കി കളയാതെ ഒരു കറക്റ്റായിട്ടുള്ള റെസിൻ ജ്വല്ലറി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഞാൻ ഈ പറയുന്ന എല്ലാ സ്റ്റെപ്പും നിങ്ങൾ ഫോളോ ചെയ്യണമെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റെസിൻ ജ്വല്ലറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സിലിക്കൺ മോൾഡ് തന്നെ യൂസ് ചെയ്യുക. ചിലർ പ്ലാസ്റ്റിക് മോൾഡൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അത് ഒരു ജ്വല്ലറി മേക്കിങ്ങിന് ഒരു പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ എന്തായാലും സിലിക്കൺ മോൾഡ് തന്നെ യൂസ് ചെയ്യുക. അതായത് സിലിക്കൺ മോൾഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇത് സിലിക്കൺ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതാക്കാം. പിന്നെ ഓക്കെ, ഇങ്ങനത്തെ മോൾഡ് തന്നെ യൂസ് ചെയ്യണം ഒരു ജ്വല്ലറി മേക്കിങ്ങിന്. പ്ലാസ്റ്റിക് മോൾഡൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ. സിലിക്കൺ മോൾഡിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കി കഴിയാൻ നേരത്ത് നമുക്ക് ഈസി ആയിട്ട് ഡീമോൾഡ് ചെയ്യാം, റിമൂവ് ചെയ്യാം. ഇതിൽ നിന്ന് സിലിക്കൺ മോൾഡിൽ നിന്ന് നമ്മൾ എന്താണോ റെസിൻ ജ്വല്ലറി ഉണ്ടാക്കിയത് അത് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലെക്സിബിളാണ്. പിന്നെ യൂസ് ചെയ്യുമ്പോഴേക്കും ഷൈനിങ്ങും ഉണ്ടാവും സിലിക്കൺ മോൾഡ് യൂസ് ചെയ്യാൻ നേരത്ത്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ജ്വല്ലറിയാണ് ഉണ്ടാക്കുന്നത് അതനുസരിച്ച് വേണം മോൾഡ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റഡാണ് ഉണ്ടാക്കണമെങ്കിൽ സ്റ്റഡ് മോൾഡ് കിട്ടും. സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജ്വല്ലറി ടൈപ്പ് അനുസരിച്ച് നിങ്ങൾ മോൾഡ് ഡിസൈഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആദ്യം എന്താ ചെയ്യേണ്ടത്, ഏത് ജ്വല്ലറിയാണോ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ ഡിസൈൻ ആദ്യം തന്നെ ഡിസൈഡ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ ചെറിയൊരു മോൾഡ് മതി. അതായത് സിമ്പിളായിട്ടുള്ള ഷാലോ മോൾഡ് മതി. ഇയറിംഗ് ആണെങ്കിൽ കുറച്ച് തിന്നായിട്ടുള്ള മോൾഡ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അതായത് ഇതിങ്ങനെ ഹാങ് ചെയ്ത് കിടക്കണമായിരിക്കുമല്ലോ. അങ്ങനെ കിടക്കുമ്പോഴേക്കും കുറച്ച് വെയിറ്റ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അൺകംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ ഭയങ്കരമായിട്ടും വെയിറ്റ് നമുക്കിവിടെ ഫീൽ ചെയ്യും. സോ അതൊരു തിന്ന് ലെയറിലുള്ള മോൾഡ് വേണം, തിന്നായിട്ടുള്ള മോൾഡ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡാങ്കിൾ ഇയറിങ്ങിൽ പെൻഡൻ്റ് ആകുമ്പോഴേക്കും, പെൻഡൻ്റാണ് ഉണ്ടാക്കണമെങ്കിലോ ഒരു മീഡിയം തിക്കായിട്ടുള്ള മോൾഡ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, റിങ്ങിന് റിങ് മോൾഡ് യൂസ് ചെയ്യണം. ജ്വല്ലറി ടൈപ്പ് അനുസരിച്ചാണ് നമ്മൾ മോൾഡ് യൂസ് ചെയ്യണത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് കണ്ടോ, ഇതൊരു മോൾഡാണ്. ഇത് നമ്മൾ ഇയറിങ്ങിനായിട്ട് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണത് കേട്ടോ. രണ്ടെണ്ണം ഇല്ലേ. അപ്പോൾ ഇയറിങ് അധികം ഡെപ്തൊന്നുമില്ല കണ്ടോ, ഭയങ്കര ചെറിയ തിക്നെസ്സേ ഉള്ളൂ. പിന്നെ അത് നമ്മൾ UV റെസിൻ ജ്വല്ലറി ക്രിയേറ്റ് ചെയ്യുന്നിടത്താണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ കൂടുതലും UV ലൈറ്റ് കാണിക്കുമ്പോൾ പെട്ടെന്ന് ക്യൂർ ആവാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്ഫുള്ളാണ്. നേരത്തെ UV റെസിൻ വെച്ച് നിങ്ങൾ ജ്വല്ലറി ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മോൾഡ് തന്നെ യൂസ് ചെയ്യുക. അതാകുമ്പോഴേക്കും പെട്ടെന്ന് ക്യൂർ ആവുകയും ചെയ്യും. ഓക്കെ, ഈസി ആയിട്ട് ഡീമോൾഡ് ചെയ്ത് എടുക്കുകയും ചെയ്യാം. രണ്ട് സൈഡും നമുക്ക് പെട്ടെന്ന് ക്യൂർ ആകും ഒരു വിത്തിൻ 3 മിനിറ്റ്സ് അല്ലെങ്കിൽ 5 മിനിറ്റ്സിനുള്ളിൽ. ഓക്കെ, ബിഗിനറാണ് ജ്വല്ലറി മേക്കിംഗ്. ഒരു ബിഗിനറാണെങ്കിൽ നിങ്ങളൊരു ഷാലോ മോൾഡ് യൂസ് ചെയ്യുക കേട്ടോ. അതായത് അധികം ഡെപ്തൊന്നും ഇല്ലാതെ. ഇത് കണ്ടോ, ഇതേപോലത്തേക്ക്. ഇതാകുമ്പോഴേക്കും നോക്കിയേ കറക്റ്റ് അധികം തിക്കല്ല, തിന്നായിട്ടുള്ള ലെയറിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാകുമ്പോൾ ഒരു പെട്ടെന്ന് തന്നെ ക്യൂർ ആകും. ഒരു എപ്പോക്സി റെസിനാണെങ്കിൽ 24 ഹവേഴ്സിനുള്ളിൽ ക്യൂർ ആകും. UV റെസിനാണെങ്കിൽ വിത്തിൻ 3 or 5 മിനിറ്റ്സിനുള്ളിൽ ക്യൂർ ആകും. അപ്പോൾ ബിഗിനേഴ്സ് ആകുമ്പോഴേക്കും ആദ്യം തന്നെ കുറേ ഡെപ്തുള്ള ഇതിലുണ്ടാക്കി നമ്മുടെ റെസിനൊന്നും വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല.
പിന്നെ 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നർ സർഫസ്, ഉള്ളിലുള്ള സർഫസ് സ്മൂത്ത് ആണോന്ന് നോക്കണം. ചില സ്ക്രാച്ചസ് ഒക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. ചിലത് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള മോൾഡൊന്നും ആയിരിക്കില്ല. അങ്ങനെയുള്ള മോൾഡ് നമ്മൾ വെച്ച് ഒരു ജ്വല്ലറി ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് ആഫ്റ്റർ ഡീമോൾഡ് ചെയ്യാൻ നേരത്ത് ഇതിനൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടാനായിട്ട് ഭയങ്കര ചാൻസ് കുറവാണ്. സോ അതിൻ്റെ ഉള്ളിലുള്ള ഡെപ്ത്തും അതേപോലെ തന്നെ ഇന്നർ സർഫസും സ്മൂത്ത് ആണെന്ന് കൂടിയിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം. അതാകുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ജ്വല്ലറി പ്രൊഡക്റ്റ് തന്നെ നമുക്ക് ഫൈനലി കിട്ടും. സെക്കൻഡ് മോൾഡ് റീയൂസബിൾ ആണെന്ന് നോക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഒരു പ്രാവശ്യത്തേക്കല്ലല്ലോ മേടിക്കണേ. നമ്മൾ വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിലിക്കൺ മോൾഡ് മേടിക്കുന്നത്. അപ്പോൾ ക്വാളിറ്റി ഉള്ള സിലിക്കൺ മോൾഡ് തന്നെ പർച്ചേസ് ചെയ്യുക, അത് റീയൂസ് ചെയ്യുക. പിന്നെ മാക്സിമം ശ്രദ്ധിക്കേണ്ടത് ആഫ്റ്റർ എവറി യൂസ് നമ്മളിതൊരു നിങ്ങളിത് ക്ലീൻ ചെയ്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. സിലിക്കൺ മോൾഡല്ലേ, നമ്മൾ എപ്പോഴാണോ ക്ലീൻ ചെയ്ത് വെച്ചാൽ അത്രയും നിങ്ങൾക്ക് പണി കുറവായിരിക്കും. പക്ഷേ നിങ്ങൾ വെക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെക്കുക. ഇതിങ്ങനെ മടങ്ങി ഇങ്ങനെയൊക്കെ ഇരുന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ മോൾഡിൻ്റെ ഷേപ്പ് തന്നെ മാറാനായിട്ട് ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് കറക്റ്റായിട്ട് കിട്ടില്ല. ഓക്കെ, ഈ വീഡിയോ ഇവിടെ ഫിനിഷ് ആവണേ കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ യുവർ ടൈം.